നമസ്കാരം. ഞാൻ കലാശാല മുരളി. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മീനക്കൂറിന്റെ നക്ഷത്രപരമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരിട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഈ മീനക്കൂർ എന്ന് പറയുന്നത്. ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക. ഗുണദോഷ സമ്മിശ്ര ഫലം എന്ന് പറയുമ്പോൾ ഗുണത്തോടൊപ്പം അല്പം ദോഷഫലങ്ങളും ഒക്കെ ഉണ്ടാവും. ഗുണവും ദോഷവും ചേരുമ്പോഴാണല്ലോ നമുക്ക് ജീവിതം അനുഭവിക്കാൻ പറ്റുക. അതുകൊണ്ട് കൂടുതൽ മനസ്സിൽ വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈശ്വര പ്രാർത്ഥന കൊണ്ടും ഒക്കെ ഇതിനൊക്കെയും പരിഹാരങ്ങൾ നമുക്ക് നേടാൻ കഴിയും. സഹപ്രവർത്തകരുമായി കലഹത്തിനിടവരും. ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നു ചേരും. പ്രവൃത്തി മേഖലയിൽ അധികാരിവർഗത്തിൻ്റെയൊക്കെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോടതി വ്യവഹാരങ്ങളിൽ ചില ദുഷിച്ച ഫലങ്ങളൊക്കെയും നമുക്കുണ്ടാകും. തർക്കങ്ങളൊക്കെയും കലഹങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ അന്ത്യത്തിൽ ശത്രുക്കൾ പരാജയപ്പെടും. ബുദ്ധിപൂർവമായ ഇടപെടൽ മൂലം പല തർക്കങ്ങളിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ദൂരദേശ യാത്രയും അലച്ചിലും ഒക്കെ ഉണ്ടാകുമെങ്കിലും യാത്രകൾ നമുക്ക് ഗുണകരമായി മാറും. ബന്ധുസമാഗമവും ബന്ധുഗുണവും ഒക്കെ ഉണ്ടാകും. ദോഷ ഫല പരിഹാരത്തിനായി ഗണപതി ഭഗവാന് മോദക വഴിപാട് നടത്തുകയും ഗണപതി ഹോമം നടത്തി ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക. നല്ല ഫലങ്ങളൊക്കെയും ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.